നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ബജറ്റ് ഫ്രണ്ട്ലി ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് റിയൽമി ബഡ്സ് Q2S. നേരത്തെയുള്ള റിയൽമി ബഡ്സ് Q2 ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിയാണ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ പുറത്തിറക്കിയിരിക്കുന്നു റിയൽമി ബഡ്സ് Q2S എന്ന പേരിൽ. അപ്പോൾ ഇത്തരം ഒരു ബോക്സിനകത്താണ് റിയൽമി ബഡ്സ് Q2S എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഇത്തരത്തിൽ ഈ ഒരു ബോക്സിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് അൺബോക്സ് ചെയ്ത് പ്രോഡക്റ്റ് പുറത്തെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കൂടാതെ ഇതിനകത്ത് യൂസർ മാനുവൽ ഇത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഇതിൻ്റെ ബാക്കിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചുരുട്ടി വെച്ചിരുന്നത്. കാര്യം ഇതിൻ്റെ സൈസ്, പ്രോഡക്റ്റിൻ്റെ ആ ഒരു സൈസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടാതെ എക്സ്ട്രാ ഇയർ ടിപ്പുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു USB Type-C ചാർജിങ് കേബിൾ ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്ന ബോക്സ് കണ്ടൻറ്റ്. ദേ ഇരിക്കുന്നു നമ്മുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ്. നല്ല രസമുള്ള ഒരു കളർ, ലൈറ്റ് ഗ്രീൻ കളറാണ്. അടുത്തിടെ വന്ന റിയൽമി GT2 പ്രോയുടെയൊക്കെ ഒരു കളർ വേരിയൻ്റാണ് ഇത്. പേപ്പർ ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയൻറ്റ് കൊള്ളാം. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കളർ വേരിയൻ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതുപോലെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാർജിങ് കേസ്. ഈ ഒരു ചാർജിങ് കേസിൻ്റെ മുകളിലെ ഈ ഒരു ഭാഗം ട്രാൻസ്പെറൻ്റ് ആണ്. അതാണ് ഇതിനകത്ത് എനിക്ക് ആ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. സാധാരണ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ നിന്നും അതുപോലെ റിയൽമിയുടെ മുൻകാല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ചാർജിങ് കേസിൻ്റെ മുകൾ ഭാഗം ഇത്തരത്തിലൊരു ട്രാൻസ്പെറൻസി നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ ഇങ്ങനെ അടച്ചു വെച്ചിരുന്നാൽ തന്നെ ഇതിനകത്ത് ബഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ബഡ്സ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം ഇത്തരത്തിൽ അത് ഒരു സ്റ്റിക്കർ വെച്ച് പരസ്പരം ഒട്ടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇതാണ് റിയൽമി ബഡ്സ് Q2S. ഇവിടെയും ഇത്തരത്തിൽ ടച്ച് കൺട്രോളുകളുണ്ട്. അവിടെ ഇത്തരത്തിൽ ഓരോ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിരുന്നു. എന്ത് തന്നെ ആയാലും വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ മനോഹരമായ ബഡ്സുകളാണ് റിയൽമി ബഡ്സ് Q2S. ഈ ചാർജിങ് കേസൊക്കെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ അറിയത്ത പോലുമില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഓരോ ബഡ്സിനും 4.1 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഈ ചാർജിങ് കേസ് ഉൾപ്പെടെ മൊത്തത്തിൽ ഒരു 39 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിനി ഇവ ചെവിയിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇവിടെ ഓരോ ബഡ്ഡുകളും ഏത് ചെവിയിൽ വെക്കേണ്ടത്, ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത് ഇത്തരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ചെവിയിലേക്ക് വെച്ചു. ഒരു ഫേമസ് ബ്രാൻഡിൻ്റെ അടുത്തിടെ പുറത്തിറക്കിയ ഒരു ബഡ്ഡുമായിട്ട് ഒരു സാമ്യം ചെവിയിൽ വെച്ചപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബഡ്ഡാണത്. അതിൻ്റെ പേരിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് ചെവിയിൽ വെച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്തായാലും വളരെ ലൈറ്റ് വെയിറ്റ്, ഫിറ്റ് ഓക്കെയാണ് കേട്ടില്ലേ, തെറിച്ചൊന്നും പോകത്തില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടുണ്ട്. ചെവിയിലേക്ക് വെക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ചാർജിങ് കേസും കാണാൻ വളരെ ഗുഡ് ലുക്കിംഗ് തന്നെയാണെന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ചാർജിങ്ങുള്ള USB Type-C ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് എടുത്ത് വെക്കുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ചാർജിങ് ഇൻഡിക്കേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു LED ഇൻഡിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.2 നൽകിയിരിക്കുന്ന ഈ റിയൽമിയുടെ ബഡ്സ് Q2Sന് IPX4 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇത് വെച്ചുകൊണ്ട് ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ചെറുതായിട്ട് മഴത്തുള്ളികൾ നനഞ്ഞാലോ വിയർപ്പ് തുള്ളികൾ കയറിയാലോ ഒന്നും യാതൊരു പ്രശ്നവും വരില്ല. IPX4 വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ. അതുപോലെ ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ഉപയോഗിക്കുമ്പോൾ പൊതുവേ ഉള്ളൊരു പരാതി എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഈ കാണുന്ന വിഷയിലും കേൾക്കുന്ന സൗണ്ടും തമ്മിലൊരു ഡിലേ വരാറുണ്ട്. അത് പരമാവധി കുറയ്ക്കാനായിട്ട് 88 മില്ലി സെക്കൻഡ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ലേറ്റൻസി. ചുരുക്കി പറഞ്ഞാൽ ഒരു ലോ ലേറ്റൻസി ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ടും ഈ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് നൽകിയിട്ടുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഡ്രൈവറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10mm ആണ്. അപ്പോൾ ഈ ഒരു 10mm സൈസ് ഉള്ളതുകൊണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു ബാസിനായിരിക്കണം ഒരു പക്ഷേ മുൻതൂക്കം നൽകിയിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ ചാർജിങ്ങും വളരെ പ്രധാനമാണ്. 30 മണിക്കൂർ വരെ നമുക്ക് ഈ ഒരു ചാർജിങ് കേസ് കയ്യിലുണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വെച്ച് വീണ്ടും വീണ്ടും ചാർജ് ചെയ്ത് 30 മണിക്കൂർ വരെ നമുക്ക് ഇവ ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഇവയ്ക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 3 മണിക്കൂർ വീണ്ടും പാട്ടുകൾ കേൾക്കാനും കോൾ ചെയ്യാനും ഒക്കെയുള്ള ചാർജ് ഈ ഇയർബഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഈ ഒരു ഇയർബഡുകൾക്ക് നൽകിയിട്ടുണ്ട്. പേപ്പർ വൈറ്റ്, പേപ്പർ ഗ്രീൻ, നൈറ്റ് ബ്ലാക്ക് എന്നീ 3 നിറങ്ങളിലാണ് ഈ റിയൽമിയുടെ Q2S എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പരിശോധിക്കുന്നത് പേപ്പർ ഗ്രീൻ എന്ന കളർ വേരിയൻ്റ് ആണ്. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ടച്ച് കൺട്രോളുകൾ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോസ് ചെയ്യാനും അതുപോലെ പ്ലേ ചെയ്യാനും നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറാനും ഒക്കെ ഈ ഒരു ടച്ച് കൺട്രോളുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇത് എൻ്റെ ഫോണുമായിട്ടൊന്ന് പെയർ ചെയ്ത് നോക്കാം. എന്നിങ്ങനെ ഉണ്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഫോണിലേക്ക് പെയർ ചെയ്യുന്നതിന് ഇത്തരത്തിൽ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന റിയൽമി ആപ്പ് നമ്മൾ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം നമുക്ക് പെയർ ചെയ്യാൻ. പെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു പ്ലസ് സിമ്പൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ റിയൽമി ബഡ്സ് Q2 ഇവിടെ
കാണിക്കുന്നുണ്ട്. നമ്മൾ പെയർ കൊടുത്താൽ മതി. വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് ഇപ്പോൾ പെയർ ആയത്. ഇപ്പോൾ ഇങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്പിനകത്ത് തന്നെ ഈ ഓരോ ഇയർബഡിലെയും ഉള്ള ചാർജും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ 3 വ്യത്യസ്ത സൗണ്ട് പ്രൊഫൈൽ നമുക്ക് ഇതിനകത്ത് അസൈൻ ചെയ്യും. ഇപ്പോൾ ഇവിടെ ബാസ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാസ് കൂടും. അതുപോലെ ബാലൻസ്ഡ് സൗണ്ട് എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്, ബ്രൈറ്റ് എന്ന് പറയുന്നൊരു ഫീച്ചറുണ്ട്. അങ്ങനെ വ്യത്യസ്ത മോഡുകൾ നമുക്കിതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാം സൗണ്ടിൻ്റെ പ്രൊഫൈൽ. അതുപോലെ വോളിയം എൻഹാൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് കുറച്ചുകൂടി മാക്സിമം വോളിയം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഗെയിം മോഡ് ഇവിടെ എനേബിൾ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ 88 മില്ലി സെക്കൻഡിൻ്റെ ആ ഒരു ലോ ലേറ്റൻസി ആക്റ്റീവ് ആവുക. ഇവിടെ ബട്ടൺ സെറ്റിങ്സിലേക്ക് വന്നാൽ നമ്മൾ ഈ പറഞ്ഞ ആ ടാപ്പ് കൺട്രോളുകളുണ്ടല്ലോ, ടച്ച് കൺട്രോളുകൾ, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. സിംഗിൾ ടാപ്പിൽ എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി കേൾക്കാം. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അപാരമായിട്ടുള്ള ബാസ്, സൂപ്പർ ക്വാളിറ്റി ബാസ്, നല്ല ബാസിൽ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇനി ഇതിനകത്ത് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ബാസ് ബൂസ്റ്റിൽ വന്നിട്ട് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ വോളിയം എൻഹാൻസർ കൂടി എനേബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് സൂപ്പർ സൗണ്ട് കിട്ടുന്നത്. ബാസ് ബൂസ്റ്റും കൂടി എനിക്ക് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സൗണ്ട് പ്രൊഫൈലാണ്. ചിലപ്പോൾ ചിലർക്ക് ട്രബിൾ കൂടുതലായിരിക്കും ഇഷ്ടമെങ്കിൽ ഇവിടെ ബ്രൈറ്റിലേക്ക് വരുമ്പോഴാണ് ട്രബിൾ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ബാസ് ബൂസ്റ്റിൽ ഈ പറഞ്ഞ പോലെ വോളിയം എൻഹാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തപ്പോഴാണ്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇവിടെ ബാസ് ബൂസ്റ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ബാലൻസ് എന്ന് പറയുന്ന അടുത്ത സൗണ്ട് പ്രൊഫൈലിലേക്ക് മാറുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷമാണ് ആ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്നത്. അതിനകത്തൊരു ഡിലേ, ഇവിടെ നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഇയർബഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഒരു ഡിലേ, ഈ മോഡുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ഡിലേ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നു. അതൊരു കുറ്റമായിട്ട് പറഞ്ഞല്ല, ഞാൻ ഇതിനകത്ത് അനുഭവിച്ച കാര്യം പറഞ്ഞതെന്ന് മാത്രം. സൗണ്ട് ക്വാളിറ്റി അപാരം, സൂപ്പർ. ഇതിൻ്റെ പ്രൈസ് റേഞ്ചിൽ പക്കയാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. 1999 രൂപയ്ക്കാണ് റിയൽമി ബഡ്സ് Q2S എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് റിയൽമി വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു, വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.